അമേരിക്ക ഇറാനു മേൽ ആണവായുധം പരീക്ഷിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു വലിയ കടുത്ത സാഹചര്യം രൂപപ്പെട്ടിട്ടും ഐക്യരാഷ്ട്രസഭ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കുന്നില്ല എന്നതിനെ തുടർന്ന് ചില മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ കഴിഞ്ഞ ദിവസം രാജിവെക്കുകയുണ്ടായി. ഇപ്പം മുഹമ്മദ് സഫയൊക്കെ അത്തരത്തിലുള്ള ആളുകളാണ്. അപ്പം എന്താണ് നിലവിൽ ഈ ഐക്യരാഷ്ട്രസഭ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൈക്കൊള്ളുന്ന നിലപാട്? വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അമേരിക്കൻ അനുകൂല ഒരു സമീപനം തന്നെ ആയിരിക്കുമോ സ്വീകരിക്കുക? ഐക്യരാഷ്ട്രസഭയുടെ പേട്രിയോട്ടിക് വിഷൻ അസോസിയേഷന്റെ ചീഫ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള മുഹമ്മദ് സഫ കഴിഞ്ഞ ദിവസം രാജിവെച്ചു. അദ്ദേഹം രാജിയുടെ കാരണം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രഹസ്യമൊന്നുമല്ല. അദ്ദേഹം പറയുന്നത് ഇറാനു മേൽ ന്യൂക്ലിയർ ആയുധം പ്രയോഗിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്, അമേരിക്കയും സഖ്യ കക്ഷികളും. എന്നിട്ടും ഐക്യരാഷ്ട്രസഭ ഇതിൽ ഒരു തരത്തിലും ഇടപെടാൻ തയ്യാറാവാതിരിക്കുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് താൻ രാജിവെക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളും ഈ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത്, അതായത് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളായ ബ്രിട്ടനോ നാറ്റോ രാജ്യങ്ങളും ഒന്നും പങ്കെടുക്കാതിരിക്കുന്നത് ഈ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടിട്ടാണ് എന്നും പലരും പറയുന്നു. അതായത് ഇറാന് മേലൊരു അണ്വായുധം പ്രയോഗിക്കുമ്പോൾ അതിൽ തങ്ങൾ പങ്കാളികളാകണ്ട എന്നുള്ള ഒരു നിലപാടിലാണ് അവർ. ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് ഇപ്പം നമ്മളാണ് സത്യം പറഞ്ഞാൽ, ഗൗതം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. യുദ്ധം തുടങ്ങിയതിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അമേരിക്ക ഇറാന് മേൽ അണ്വായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞത് വെറുതെ ഗൂഢാലോചന സിദ്ധാന്തമായിരുന്നില്ല, അതിപ്പം ശരിയാണെന്ന് പുറത്തു വരുന്നുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, എൻ്റെ വിലയിരുത്തലിൽ ഇറാനു മേൽ അമേരിക്കയ്ക്ക് അണ്വായുധം പ്രയോഗിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ യുദ്ധം ഉടനെ പ്രയോഗിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഈ യുദ്ധം ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടും ഈ യുദ്ധത്തിന് അമേരിക്ക ഉദ്ദേശിച്ച ഫലം അല്ല അമേരിക്കയുടെ ആക്രമണത്തിന് ലഭിക്കുന്നതെങ്കിൽ അമേരിക്ക അണ്വായുധം പ്രയോഗിക്കും. ഏത് തരത്തിലുള്ള അണ്വായുധമായിരിക്കും പ്രയോഗിക്കുക എന്നൊരു ചോദ്യമുണ്ട്. അതിന് എനിക്ക് വളരെ കൃത്യമായ മറുപടിയുണ്ട്. അതായത് അമേരിക്ക പ്രയോഗിക്കാൻ പോകുന്നത് ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ആയിരിക്കും. ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ പ്രയോഗിച്ച അത്ര ശക്തിയുള്ള അണ്വായുധം അമേരിക്ക പ്രയോഗിക്കാൻ ഇടയില്ല. പകരം സബ് കിലോ ടൺ ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറയുന്ന, അതായത് സ്ഫോടക ശേഷി 1000 ടണ്ണിൽ താഴെയുള്ള, കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സ്ഫോടക ശേഷി 100 ടൺ തൊട്ട് 500-600 ടൺ വരെയുള്ള സ്ഫോടക ശേഷിയുള്ള ഒരു അണ്വായുധം, ടാക്ടിക്കൽ വാർഹെഡുകൾ അമേരിക്ക പ്രയോഗിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരെണ്ണമായിരിക്കില്ല, ഒരു 10 എണ്ണമെങ്കിലും അമേരിക്ക പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് പിന്നെ ഒരു നഗരത്തെ ഒന്നും നശിപ്പിക്കാൻ ഇത്തരം ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡിന് കഴിയില്ല. പകരം ടാക്ടിക്കൽ വാർഹെഡ് ഉപയോഗിച്ചാൽ ഏതാണ്ട് 1 കിലോമീറ്റർ തൊട്ട് 10 കിലോമീറ്റർ വരെയുള്ള പ്രദേശമായിരിക്കും നശിച്ചു പോവുക. ഇത് പലപ്പോഴും ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ന്യൂക്ലിയർ സൈറ്റ് നശിപ്പിക്കാം, ഒരു അണ്വായുധ പരീക്ഷണശാല നശിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് നശിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു പോർട്ട് കംപ്ലീറ്റ് നശിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു കന്റോൺമെന്റ് ഏരിയ കംപ്ലീറ്റ് നശിപ്പിക്കാം. അങ്ങനെയുള്ള തന്ത്രപ്രധാനമായ, ഒരു പക്ഷേ ഇറാന്റെ ഭരണകൂടം മുഴുവൻ സ്ഥിതി ചെയ്യുന്ന ഏരിയ നശിപ്പിക്കാം. എന്തായാലും അമേരിക്കയ്ക്ക് അത് പ്രയോഗിക്കേണ്ട വരും. കാര്യം എന്തെന്നാൽ, അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിൽ വിജയിക്കുന്നില്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതായത് പിന്നെ അമേരിക്ക എന്നുള്ള രാജ്യത്തിന് ഇന്നുള്ള പല ആനുകൂല്യങ്ങളും ഇല്ലാതാകും. നമുക്കറിയാം, ഇന്ന് അമേരിക്ക വിചാരിച്ചാൽ ലോകത്തിൽ പല രാജ്യങ്ങളുടെ മേലും ഉപരോധം നടപ്പാക്കാൻ പറ്റും. അമേരിക്ക വിചാരിച്ചാൽ പല രാജ്യങ്ങൾക്കും പല സാങ്കേതിക വിദ്യകളും വേറെ രാജ്യങ്ങൾ കൊടുക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക പിന്നെ മിസൈൽ ടെക്നോളജി കൈമാറെന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഒരു കാരണവശാലും ആ ആജ്ഞ ലംഘിക്കില്ല. ചില അവസരങ്ങളിൽ ചൈന പോലും അമേരിക്കയുടെ ആജ്ഞ ലംഘിക്കില്ല. ഇപ്പൊ റഷ്യയിൽ നിന്നും ക്രൂഡ് വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയും ചൈനയും ഒരു വലിയ പരിധിവരെ അത് പിന്നെ ഉൾക്കൊണ്ടു. അപ്പോൾ അങ്ങനെയുള്ള അമേരിക്കയുടെ ശക്തി അതോടെ തീരും. രണ്ടാമത്തേത്, പിന്നെ ഹോർമുസ് കടലിടുക്ക്
ഇപ്പോൾ ഇറാൻ ചുങ്കം പിരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ ചുങ്കം നിർത്തണമെങ്കിൽ ഇറാൻ യുദ്ധത്തിൽ പരാജയപ്പെടണം. അതല്ലെങ്കിൽ ഗൾഫിനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ്. അമേരിക്കയുടെ സംരക്ഷണയിൽ കഴിയുന്ന ഗൾഫ് ഇനി അമേരിക്കയ്ക്ക് ഈ ചുങ്കം, ഇറാന്റെ ചുങ്കം പിരിക്കുന്നത് നിർത്താൻ പറ്റിയില്ലെങ്കിൽ അവര് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഇന്ത്യയുമായിട്ടും ഒക്കെ അടുക്കും. അവരുടെ എണ്ണ ഹോർമുസ് കടലിടുക്കിലൂടെ നീക്കുന്നതിന് ഇറാന്റെ അനുവാദം വേണം. ആദ്യം പോയിട്ട് ഇറാൻ ടെഹ്റാനിൽ നിന്ന് അനുവാദം വാങ്ങിക്കണമെന്നുള്ളത് ഒരു കാരണവശാലും ഗൾഫ് സമ്മതിക്കില്ല. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഗൾഫിന് മേലുള്ള സ്വാധീനം നഷ്ടപ്പെടും. അത് ചുരുക്കി പറഞ്ഞാൽ പിന്നെ അമേരിക്ക ഒരു ജീവച്ഛവമായിരിക്കും. പഴയ അമേരിക്കയുടെ ഒരു നിഴലായിരിക്കും ഈ യുദ്ധത്തിൽ അമേരിക്ക ജയിച്ചില്ലേ. ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ നിന്നും ഒരു റിസൾട്ട് ഇല്ലാതെ പിന്മാറാൻ പറ്റില്ല. ഈ യുദ്ധത്തിൽ റിസൾട്ട് ഇല്ലെങ്കിൽ ഇറാൻ അണ്വായുധ പദ്ധതി പുനരുജ്ജീവിപ്പിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്ക അവരെ ആക്രമിച്ച സ്ഥിതിക്ക് അണ്വായുധം ഇറാൻ നിർമ്മിക്കും. ഇറാൻ ഭൂഖണ്ഡാന്തര മിസൈൽ നിർമ്മിക്കാൻ തയ്യാറെടുക്കും. അത് ഇസ്രായേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പിന് വലിയ ഭീഷണിയാണ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക ലോക ചരിത്രത്തിൽ ഒരു പരിഹാസപാത്രമായിട്ട് മാറും ലോകത്ത്. അതുപോലെ ഡൊണാൾഡ് ട്രംപിന് അധികാരം നഷ്ടപ്പെടും. വരാൻ പോകുന്ന US സർക്കാർ ഇതിനെല്ലാം ഈ ട്രംപ് എടുത്ത എല്ലാ നടപടികൾക്കും എതിരെ നിൽക്കും. അതിനേക്കാളൊക്കെ ഉപരി അമേരിക്കൻ ഡോളറിന് അതിൻ്റെ വാല്യൂ, അതായത് ഇന്ന് ലോകത്തിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം നടത്തുന്ന ഒരേ ഒരു കറൻസി എന്നുള്ള സ്ഥാനം ഡോളറിന് നഷ്ടപ്പെടും. യുവാന് ആ സ്ഥാനത്തേക്ക് ഉയരും. പിന്നീട് ചൈനയായിരിക്കും ഈ യുദ്ധത്തിൽ അമേരിക്ക തോറ്റാൽ ലോകത്തെ വൻ ശക്തി എന്നുള്ള സ്ഥാനം അമേരിക്കയ്ക്ക് നഷ്ടപ്പെടും. പിന്നീട് ചൈനയായിരിക്കും. അപ്പോൾ ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പിന്നെ അമേരിക്ക എന്ന രാജ്യം ഞാൻ പറഞ്ഞതുപോലെ പഴയ രാജ്യത്തിൻ്റെ നിഴലായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് സംഭവിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. അപ്പം നമ്മളിപ്പോൾ ചില ആൾക്കാരൊക്കെ ചിന്തിക്കുമായിരിക്കും, വ്ളാഡിമിർ പുടിൻ 3 വർഷമായിട്ട് യുദ്ധം നടത്തുന്നുണ്ടല്ലോ, അമേരിക്ക അങ്ങനെ തന്നെ ചെയ്യുമായിരിക്കും. അങ്ങനെയല്ല. പുടിനെ സംബന്ധിച്ച് തൊട്ടയൽ രാജ്യവുമായിട്ടാണ് യുദ്ധം നടത്തുന്നത്. പുടിനെ സംബന്ധിച്ച് അതൊരു കര യുദ്ധം നടത്താൻ റഷ്യൻ സൈന്യത്തിന് ഇപ്പോഴും ശേഷിയുണ്ട്. അമേരിക്കൻ സൈന്യത്തിന് കരയുദ്ധം നടത്താനുള്ള ശേഷിയില്ല. അമേരിക്കയുടെ 100 കണക്കിന് സൈനികർ മരിച്ചു വീഴും അവിടെ. അതോടുകൂടി ആ രാജ്യത്ത് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടും. അപ്പം ഇതെല്ലാം കാരണം അമേരിക്കയുടെ മുമ്പിൽ ഒരേ ഒരു പോംവഴി ഈ യുദ്ധം വിജയിക്കുക എന്നുള്ളതാണ്. ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ അതിനും ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ. ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുക. ഇറാന്റെ കൈവശമില്ലാത്ത ഒന്ന് അമേരിക്കയുടെ കൈവശമുള്ളതുമായിട്ടുള്ളത് അത് പ്രയോഗിച്ചാൽ മാത്രമേ ഈ യുദ്ധത്തിന് ഒരു റിസൾട്ട് വരൂ. ആ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഇന്ന് അമേരിക്കയുടെ നിലനിൽപ്പിന് ആവശ്യമാണ്, ഗൾഫിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. ഇറാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ ഒരിക്കലും അവർ തയ്യാറാകും. അങ്ങനെ തയ്യാറായാൽ ഖമനേയി ഭരണകൂടത്തെ ആ ഭരണകൂടത്തിനുള്ളിൽ നിന്ന് തന്നെ ആക്രമണം നേരിടേണ്ടി വരും. മൊസ്താബയെ അദ്ദേഹത്തിൻ്റെ ഷിയ തിയോക്രസി തന്നെ പുറത്താക്കും. അപ്പോൾ ഒരിക്കലും മൊസ്താബയും അങ്ങനെയുള്ളൊരു നീക്കത്തിലേക്ക് പോവില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൗർഭാഗ്യവശാൽ ഈ ഒരു യുദ്ധത്തിൽ ഒരേ ഒരു പോംവഴിയായിട്ട് നമ്മൾ കാണുന്നത് ഈ ന്യൂക്ലിയർ ആയുധങ്ങളുടെ പ്രയോഗമാണ്. ഇതൊരു വെറും ഒരു ഊഹാപോഹമല്ല. ഊഹാപോഹമായിരുന്നെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ രാജിവെക്കില്ലല്ലോ. വെറുതെ രാജിവെച്ചതാണ് അല്ലല്ലോ. അദ്ദേഹം തിരിച്ചറിയുന്നു ഈ ഒരു വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടില്ല. നമുക്കൊരു വേറൊരു കാര്യം പറയാം. ഇതിനിടയിൽ മറ്റൊരു സാധ്യതയുള്ളത്, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡ് കൈവശം വെച്ചിരിക്കുന്ന രാജ്യം പാകിസ്ഥാനാണ്. ഈ ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡ് സാധാരണ ആരും ഉണ്ടാക്കില്ല.
കാരണം അത്ര ഈ ചെറിയൊരു പ്രദേശത്തേക്ക് പ്രയോഗിക്കാനായിട്ട് അത്തരം ഒരു സങ്കല്പമല്ല ന്യൂക്ലിയർ ആയുധങ്ങളെക്കുറിച്ചുള്ളത്. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ടാക്ടിക്കൽ വാർഹെഡ് അമേരിക്കയ്ക്ക് കൊടുക്കേണ്ട വരും. പാകിസ്ഥാനിൽ നിന്നായിരിക്കും ആക്രമണം. പാകിസ്ഥാന്റെ സൈനിക മേധാവിയെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അമേരിക്കൻ പ്രസിഡന്റ് അത്താഴ വിരുന്ന് കൊടുത്തത് ഈ കാര്യത്തിലൊക്കെ അയാളെ കൺവിൻസ് ചെയ്യാനാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അതായത് പാകിസ്ഥാനിൽ അമേരിക്കൻ സൈന്യം ഇറങ്ങാനും അമേരിക്കൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാന്റെ അണ്വായുധങ്ങൾ. അതിൽ ചില അണ്വായുധങ്ങളായിരിക്കും ഇറാന് നേരെ പ്രയോഗിക്കുക. ഇത് കാര്യങ്ങളിപ്പോൾ വളരെ വേഗത്തിൽ പുറത്തു വരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് മോദിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് അതൊന്നും വെറും സ്നേഹ സംഭാഷണമല്ല. അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സ്ഥിതിഗതികൾ അമേരിക്ക ചെയ്യാൻ പോകുന്ന കടുംകൈകളിൽ കുറച്ചെങ്കിലും അയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് പങ്കുവെക്കും. ഗൾഫിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയെ വിശ്വസിപ്പിക്കും. ഇന്ത്യ തൽക്കാലം ഇതിനകത്തിൽ മിണ്ടാതിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. ഇന്ത്യയും ചൈനയും എതിർത്താൽ റഷ്യ എതിർത്താൽ പോലും ചിലപ്പോൾ അമേരിക്ക അത് പ്രയോഗിക്കാം. പക്ഷേ ഇന്ത്യയുടെയും ഒരു പരിധിവരെ ചൈനയുടെയും സപ്പോർട്ട് അമേരിക്കയ്ക്ക് ഇതിന് ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അമേരിക്ക അറ്റകൈക്ക് ഇത് പ്രയോഗിക്കും. കാരണം ഇതല്ലാതെ അമേരിക്കയുടെ മുന്നിൽ ഇന്ന് വേറെ ഓപ്ഷനൊന്നുമില്ല. അങ്ങനെ വരുമ്പം ഒരു പക്ഷേ ഇതൊരു കോംപ്ലിക്കേറ്റഡ് യുദ്ധമായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാരണം പാകിസ്ഥാനിലെ ഒരു വിഭാഗം ആൾക്കാർ പാകിസ്ഥാനിന്റെ അണ്വായുധമാണ് ഇറാന് നേരെ അമേരിക്ക പ്രയോഗിച്ചതെന്ന് അറിഞ്ഞാൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ വലിയ കലാപം ഉണ്ടാകും. അപ്പോൾ ഇനിയും റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ മറ്റോ അമേരിക്കയെ ഈ വിഷയത്തിൽ എതിർത്താലോ, അങ്ങനെയെങ്കിൽ ഇതൊരു മൂന്നാം ലോക മഹായുദ്ധം തന്നെ ആകാം. ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ലായിരിക്കുക, എനിക്കും അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ അമേരിക്ക ഇറാനിൽ പ്രയോഗിക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം അമേരിക്ക കണ്ടുപിടിച്ചിട്ട് അമേരിക്ക ഈ ടാക്ടിക്കൽ വാർഹെഡുകൾ ഇറാന്റെ തന്ത്രപ്രധാന സ്ഥാനങ്ങൾക്ക് നേരെ പ്രയോഗിക്കാനാണ് സാധ്യത. ഇത് എന്തായാലും ശരി, അതിനുശേഷമുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അതിനുശേഷമുള്ള ലോകം ഇതുവരെയുള്ള ലോകമായിരിക്കില്ല. നമുക്കറിയാം, ഹിരോഷിമയും നാഗസാക്കി ദുരന്തങ്ങൾക്ക് ശേഷം ഇറാൻ ജപ്പാൻ പെട്ടെന്ന് കീഴടങ്ങി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. അതോടെ മറ്റൊരു ലോകം തുടങ്ങുകയായിരുന്നു. ഇവിടെ ഇറാൻ അങ്ങനെ എന്നാലും കീഴടങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ പൊതുജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് അമേരിക്ക പ്രയോഗിക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഈ യുദ്ധം അവസാനിക്കും. പക്ഷെ ഇറാൻ പല പ്രദേശങ്ങളായിട്ട് ചിലപ്പോൾ വിഭജിക്കപ്പെടും. അത് ഒരു സർവനാശത്തിന്റെ തുടക്കമായിരിക്കും ഈ ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡിന്റെ പ്രയോഗം. പിന്നീട് പലരും ഇതൊക്കെ വരും യുദ്ധങ്ങൾ പ്രയോഗിക്കാൻ തുടങ്ങും. ടാക്ടിക്കൽ ന്യൂക്ലിയർ വാർഹെഡിനെ പ്രയോഗിക്കാൻ ഒരു അംഗീകാരം പോലും ആകും അമേരിക്ക ഇത് പ്രയോഗിച്ചാൽ. എന്തായാലും നമുക്ക് ഒരു വല്ലാത്ത ദുരന്തമായിരിക്കാം വരാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ദുരന്തമായാൽ അത് സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചു മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, യുദ്ധം കേരളത്തിനെ ബാധിക്കുമെന്ന്. അണ്വായുധ യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും ഇത് കുറച്ച് നാളത്തേക്കെങ്കിലും ഗൾഫ് വലിയ പ്രക്ഷുബ്ധമായിരിക്കും. ഒരുപാട് ആൾക്കാർ തിരിച്ചു പോരേണ്ടവർ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ സമീപിക്കാം. ഒരു അണ്വായുധ യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം.